ശിവണ്ണ എന്നാച്ച് മുഖം വല്ലാതിരിക്കത് ഉടമ്പ് ശരിയല്ലയാ? ഒന്നുമില്ല. ഇന്നലെ രാത്രി ശിവണ്ണ എന്നോട് ഒന്നും പേസാതെ പോയി. എനിക്ക് സങ്കടം വന്നാച്ചു. അത് മീനാക്ഷിയെ ഉറക്കാൻ കൊണ്ടുപോവാൻ. എനിക്ക് സന്തോഷായി. നീങ്ക എന്നോട് പേസിയല്ലോ. നാടോടിക്കൂട്ടത്തിന്റെ കൂടെ ഊരെല്ലാം സുത്തിയാച്ചു. ആന മനസ്സെങ്കിയായിരുന്നു. അല്ല, മീനാക്ഷി എങ്കിയായിരുന്നല്ലോ. താമരയ്ക്ക് ഇന്ന് ബൊമ്മക്കച്ചവടത്തിന് പോണ്ടേ? പോണം. ശരി ശിവണ്ണ, അന്നേക്ക് ഞാൻ പോകുമ്പോ ഒരു കാര്യം ചൊല്ലിയാച്ചു. അതൊക്കെ മറുപടി. ഇറങ്ങി വാ വയൽപ്പെട്ട് ചേച്ചി. മൂന്ന് തവണ അമ്പലത്തിൽ വരണം, 3 തവണ പൊട്ടിൽ കിട്ടണം. ഒറ്റ തവണത്തെ വരവുകൊണ്ട് മതിയായി. ഇപ്പൊ തന്നെ രൂപ എത്രയാ പോയത്? മിണ്ടായിരിക്കാനാ. പറയേണ്ട കാര്യങ്ങൾ വെട്ടി തുറന്ന് മുഖത്തടിച്ചോലെ പറയുന്ന ഈ ദാസമേനുണ്ട ശീലമാ. ഇത്രയും കാലത്തോട്ട് മനസ്സിലായില്ല എനിക്ക്. അയ്യോ, 50 പൈസകൾ ബാക്കി തരാനുണ്ട്. പൈസ ചില്ലറ 50 പൈസ. ഇങ്ങോട്ട് തരാനുള്ളതാവുമ്പോ ചെവിയാക്കത്തില്ലായിരിക്കും. ചെവി കേൾക്കാഞ്ഞിട്ടല്ല സാറേ, ചില്ലറ ഇല്ലാഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ പൈസ ഞാൻ നഷ്ടപ്പെടണോ? എന്റെ കയ്യിൽ ചില്ലറ ഇല്ലെങ്കിലും സാറിന് സാറിന്റെ കാശ് നഷ്ടമാകും. സാർ ആ കൈ ഇങ്ങോട്ട് നീട്ടി പിടി. ഇതെന്താ ഇത്? ഇത് മനസ്സിലായില്ല? ഇതാണ് മിഠായി. സാറിന്റെ കാശ് നഷ്ടമായില്ല, മധുരം നുണയുകയും ചെയ്യും. അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ കുട്ടി മറ്റിയൊന്നുമില്ലല്ലോ. അതെന്റെ കുറ്റം. താൻ തന്നെ നുണഞ്ഞോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് മൊത്തത്തിൽ നഷ്ടക്കച്ചവടാവുന്നു. പൈസ കൊണ്ടുപോയത് കാശിന്റെ വില എനിക്ക് അറിഞ്ഞോടെ. 250 പൈസ ചേർത്താൽ രൂപ എത്രയടി? ചെന്നല്ലോ. ഇപ്പൊ തന്നെ 150 പൈസ പൊട്ടി. ഇനി അകത്തെ ദൈവങ്ങൾക്കുള്ള വീതം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ മുടിഞ്ഞു. അല്ലേ തന്നെ വല്ല ഗുണവും കിട്ടുന്ന ഏർപ്പാടാണോ ഇത്? നീ ചെല്ല്. 2 രൂപയാണ്. ഇതൊന്നും ഇളെ കൊടുക്കണ്ട. 2 രൂപ കൂടി കളയുന്ന ഏർപ്പാടാ. 2 രൂപ കൊടുക്കണം അറിഞ്ഞിരുന്നേ ചെരുപ്പിടാ സംഭവിക്കല്ലായിരുന്നു. ഞാൻ കൈ പിടിച്ചോളാം. 2 രൂപ ലാഭം. അതെ, 2 തയ്യല് അല്ല അല്പ പശ അകത്തും പുറത്തും വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി. 1.5 രൂപയുടെ പണി പറ്റുമോ? ഒരു ചായയുടെ കാശെങ്കിലും. അയ്യോ, അതൊക്കെ 3 രൂപയാവും. പറ്റുമോ? കാശൊന്നും ഓ, തരണ്ട. നല്ല മനുഷ്യൻ, നന്നായി വരും. ആ പശ 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 എടുക്കെടുക്ക്. തൊട്ടിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ തേക്ക്. അല്ല, അത് അകത്ത് തേക്ക്. അകത്ത് തേച്ച് പിന്നെ പുറത്ത് തേച്ച് 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 പ്രസ് ചെയ്യും. പ്രസ് 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 പ്രസ്. എന്തൊരു ചൂടാ ഇവിടെ. നല്ല ക്ലൈമറ്റ്. എന്തെങ്കിലും ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. ഓ, കാലത്ത് ഇങ്ങനെയും കർമ്മയോഗികളുണ്ടോ? പാവ കഷ്ടം. രാവിലെ ചെരുപ്പ് നന്നാക്കുന്നതിനൊട്ടും താങ്ങി 1.5 രൂപ ലാഭം. അതോ ഇനി അവൻ എന്നെ ആക്കിയതാണോ? എന്തെങ്കിലും ആട്ടും. 1.5 രൂപ ലാഭിച്ചു. കടുപ്പത്തിലൊരു ചായ, പഞ്ചസാര ഉണ്ടെങ്കിലും വേണ്ട. 3 രൂപ. ചെരുപ്പ്. ഓ, അന്യായ വെയിറ്റാണ്. കാര്യം ദൈവങ്ങളാണെങ്കിലും ഇത്രക്ക് ഹെഡ് വെയിറ്റ് പാടില്ല. ഒരു ചായ ഇവിടെ. ആരൊക്കെ ഉണ്ട്? ഗണപതി, ശിവൻ, സുബ്രഹ്മണ്യൻ, രാധാ, മാധവം. ഇതൊക്കെ ഇക്കാലത്ത് ആര് വാങ്ങാനാ? മനുഷ്യന്മാര് വാങ്ങിക്കും. അല്ലാതെ പിന്നെ ചെകുത്താന്മാര് വാങ്ങിക്കൂ? ചെകുത്താന്മാര് വാങ്ങിക്കില്ല, പക്ഷെ പുച്ഛിക്കും. അച്ഛാ, ഞാൻ കടയിൽ പോയിട്ട് ലിസ്റ്റ് കയ്യിലുണ്ടല്ലോ. മകളാ? അല്ല, മകൻ. എന്തൊരു ചോദ്യം. നഴ്സിംഗിന് പഠിക്കുക. സാറ് എവിടുന്നാണ്? മൂന്നാറിനടുത്താ. ഓ, അമ്പലത്തിൽ വന്നായിരുന്നു. അതെ. അമ്പലത്തിൽ കുടുംബസമേതം വരണമെന്നാണ് ഇവിടുത്തെ ഒരു ഭാര്യ വന്നിട്ടുണ്ട്. അമ്പലത്തിലാ. സാറിന്റെ കയറാഞ്ഞേ? 3 പ്രാവശ്യം വന്ന് തൊട്ടിൽ കെട്ടി ആട്ടിയാൽ കുട്ടികളുണ്ടാവും അവളോട് ആരോ പറഞ്ഞു. അത് കേട്ട് വന്നിരിക്കുക. വെറുതെ കാശ് ചെലവാക്കെ. തൊട്ടില് കെട്ടി ആട്ടിയാലൊന്നും കുട്ടികളുണ്ടാവത്തില്ല. എന്താ പേര്? കേട്ടോ, ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ഇവന്റെ പേര് സുന്ദരൻ. കണ്ടാലും തോന്നും. എന്താ എനിക്ക് തോന്നിയത്? അവിടെ നമ്പർ ഉണ്ടല്ലേ?
ഒരു കുഞ്ഞിക്കാൽ കാണാൻ ആശിച്ചു വരുന്ന ആരെയും ദേവി വെറും കൈയോടെ വിട്ടിട്ടില്ല. ഒരുപാട് അനുഭവസ്ഥരുണ്ട്. സാറിന് വിശ്വാസമില്ല വരണ്ട, പക്ഷെ ദൈവദോഷം പറയരുത്. താമര ഉണ്ടാക്കുന്ന ചപ്പാത്തി നല്ല നൈസാണ്, നല്ല സോഫ്റ്റ് ആണ്, താമരപ്പൂ പോലെ സുന്ദരമാണ്. സുന്ദരം പോ, ചെല്ല് ചെല്ല്. மச்சானே இங்க வாரீங்களா? இன்னைக்கு எவ்வளவு பொம்மை வித்தே? ഗണപതി 4, അമ്പാലിക്കണ്ണൻ 3, മഹാവിഷ്ണു 2, മുരുകൻ 5. விக்காத அந்த கண்ணன் எங்கே? കണ്ണൻ ഇവിടെ ഓടിയൊന്ന് കളിക്കുന്നുണ്ടാവും. பாரு, என்கிட்ட விளையாடாத. ஒண்ணுனா கண்ணு இல்லனா காசு. எனக்கு இப்ப கிடைக்கணும். നീ പോയി പഴനിയാണ്ടവനോട് ചോദിക്കുക, അങ്ങേര് വരും കാശി. ஏய், ആണുങ്ങൾ അപമാനിക്കുന്നോടി. ஆணுங்களா? ஆணுங்களை பாக்கணும்னா இதோ அங்க பாரு. നേരം ഇരിക്കാണ്. ആ ചെരുപ്പുത്തിക്ക് നിങ്ങൾ വാരിക്ക് ഒരു ഗ്ലാമർ കൊടുത്തു. നിത്യവും നിങ്ങളെ തലയെ ചോന്ന് നടക്കണ എനിക്ക് അതിന്റെ 10-1 ഗ്ലാമർ തന്ന. കലിയാണ് എനിക്ക്, കലി. നിങ്ങളെ തിന്നാനുള്ള കലി. പക്ഷെ നിങ്ങളെ തിന്നാലേ തൊണ്ടേ കെട്ടി ഞാൻ വടിയാവെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നില്ല. ശിവാണ്ണോയ്, ഇതിന്റെ വാറ് പൊട്ടി. നാളെ വാ. അയ്യോ, അങ്ങനെ പറയാതണ്ണ, നടക്കാൻ പറ്റണില്ല. നാളെ കച്ചവടത്തിന് പോണ്ടതാ. ശിവണ്ണന് രാപ്പകൽ പണിയുണ്ടല്ലോ. ഈ കാശൊക്കെ എന്ത് ചെയ്യണോ? ടൗണിൽ ഒരു കട ഇട്ടൂടെ? കാശ് പോരെങ്കി ഞാൻ തരാം. മീനാക്ഷി ഉറങ്ങിയല്ലോ. ഞാൻ അകത്തോട്ടിരുന്നോട്ടെ? കൊണ്ടുവയ്ക്കാം. ഓ, ഒരു സ്നേഹമില്ല. എന്താ ഇങ്ങനെയൊക്കെ? ഇതിന് ഞാൻ എന്താ തരേണ്ടത്? ഒന്ന് പോയി തന്നാ മതി. എന്താണ് ഒരു ചുറ്റിക്കളി? എന്ത് ചുറ്റിക്കളി? എന്തേ നിനക്ക് ആരോഗ്യമില്ലേ? സൗന്ദര്യമില്ലേ? മനസ്സില്ല. നിനക്ക് ഈ പോയവളുടെ ഇളയതിനങ്ങ് കെട്ടിയാൽ എന്താടാ? താമരക്ക് എന്താണ് ഒരു കുറവ്? എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നിങ്ങളിത് പറയണം. നിനക്ക് വേണ്ടി അല്ലടാ. കൊച്ചിനെ ഉണർത്തരുത്. അപ്പൊ കൊച്ചിനെ കുറിച്ച് നിനക്ക് ബോധമില്ലാഞ്ഞിട്ടല്ല. എടാ, പെൺകൊച്ചിനെ വളർത്തണമെങ്കിൽ പെൺതുണ തന്നെ വേണം മോനെ. നമുക്ക് കാണാം.